ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഇപ്പം ഞാനുള്ളത് യൂബറിലൊരു യാത്രയാണ്. അപ്പം നിങ്ങൾക്കൊക്കെ യൂബറിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാം. യൂബറിൻ്റെ കൊച്ചിയിൽ ഓടിക്കഴിഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് യൂബറിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളെ പേര്? ജിതിൻ. ജിതിൻ. ഇവിടെ ഇല്ല ആൾ തന്നെയാണോ? ഇല്ല, എൻ്റെ വീട് അരുവിക്കുറ്റി എന്ന് പറയും. അരൂര് കഴിഞ്ഞ് അരുവിക്കുറ്റി. ഇപ്പം എത്രയായി യൂബർ ഓടുന്നത് ശരിക്കും? ഇപ്പോൾ ഒരു 2 കൊല്ലത്തോളമായി. ഇത് സി എൻ ജി അല്ലേ? സി എൻ ജിയിൽ തന്നെയാണല്ലോ എല്ലാവരും യൂബർ ഓടിക്കുന്നത്. അതെ, എന്നാലാണ് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലേ? അതെന്ന് വെച്ചാൽ നമുക്ക് കിലോമീറ്റർ ഫെയർ നോക്കിയാൽ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സി എൻ ജി ഇല്ലെങ്കിൽ അത് മുതലാവത്തില്ല. സി എൻ ജി ശരിക്കും ഒരു 500-നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഫുള്ളാകുന്നു, അങ്ങനെ ഉണ്ടോ? നമുക്കൊരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ 200 അടുത്ത് ഓടാൻ പറ്റും അല്ലേ? ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇതിപ്പോൾ നമുക്ക് കടവന്ത്ര അവിടെ ഇതിൻ്റെ ഒരു ഓഫീസുണ്ട്, ഊബറിൻ്റെ ഓഫീസുണ്ട്. ആ ഓഫീസിൽ പോയാൽ നമുക്ക് ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് ഏറ്റവും ബെറ്റർ ഓഫീസിൽ പോയിട്ട് ചെയ്യണതാണ്. എവിടെയാണ് ഇതിന്റെ ഓഫീസ് വരുന്നത്? അത് കത്രിക്കടവ്. നമുക്ക് അവിടെ പോകാൻ വേണ്ടിട്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അങ്ങനെ അതൊന്നും വേണ്ട. നമുക്കിപ്പോ RC പെർമിറ്റ്. ഓൾറെഡി ആ വണ്ടി ടാക്സി ആയിരിക്കണമല്ലോ? ടാക്സി ആയിരിക്കണം. അതാണ് RC പെർമിറ്റ് ടാക്സിന്റെ പെർമിറ്റ് ആണല്ലോ. അപ്പൊ അതെല്ലാ കാര്യങ്ങളുമായിട്ട് ആരാണ് ഓടിക്കുന്നത് അവരുടെ ആധാർ കാർഡ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോയാല് ചെറിയ ഈസി ആയിട്ടുള്ള സിമ്പിൾ കേസേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അത് നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്ത് അതിൽ തന്നെ ഫുൾ ഓടണം ഇല്ലല്ലോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നമുക്ക് ഓടേണ്ട സമയത്ത് മാത്രം ഓൺലൈൻ ആക്കിയാൽ മതി, ഇല്ലാത്തപ്പോ ഓഫ്ലൈൻ ആക്കാം. അത് ആപ്പ് ഓഫ് ആക്കുക. ശരിക്കും ഒരു ദിവസം കൊച്ചിയിലൊക്കെ ആൾക്കാർ എത്ര പൈസയുടെ ഓടുന്നുണ്ട്? ഇവിടെ 2000-3000 അങ്ങനെ കഷ്ടപ്പെടാൻ ഫുൾ ടൈം കഷ്ടപ്പെടാൻ താല്പര്യമുണ്ട്. ഇതില് പൈസ ഉണ്ടാക്കാം. നമുക്കിപ്പോ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോ റൂമിലെല്ലാം പോയി ഉറങ്ങി. അതെ ഉച്ച സമയത്തൊക്കെ നമുക്ക് ഇപ്പൊ ട്രിപ്പ് കുറവായിരിക്കും. അപ്പൊ അമ്മ പോയി എവിടെയെങ്കിലും റെസ്റ്റ് എടുത്താല് നടപടി ആവൂല. പിന്നെ ഈ ട്രാഫിക് കൊച്ചിയിൽ പിന്നെ നോക്കണ്ടല്ലോ. ഈ ട്രാഫിക് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വരുന്ന പിന്നെ സാധാരണ നമ്മളെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കൂടുന്നുണ്ട് ട്രാഫിക് ഉള്ള സമയത്ത്. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നു? അങ്ങനെ ചില സമയങ്ങളിൽ കൂടുതൽ വരും. ട്രാഫിക് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടികളെല്ലാം ഒതുക്കും. ആ ഒതുക്കണ സമയത്ത് റേറ്റ് കൂടുതലായിരിക്കും. നിങ്ങള് രാവിലെ ഓടും ഫുൾ അങ്ങനെ ടൈം വെച്ചിട്ടായിരിക്കില്ല ഓടുന്നത്? എല്ലാ ടൈമും നമുക്ക് ബെറ്റർ എന്ന് വെച്ചാല് രാവിലെ ഒരു ബ്ലോക്ക് ആവുന്ന മുമ്പ് തന്നെ ഓടുക. അപ്പൊ അത്യാവശ്യം നമുക്കിപ്പോ എന്റെ വീട് അരുവിക്കുറ്റിയിലാണ്. ഞാൻ അരുവിക്കുറ്റിന്ന് ഓണാക്കിയിടും. ഇന്റർസിറ്റി കിട്ടും. എങ്ങനെ കളിച്ചാലും എറണാകുളത്തേക്ക് കിട്ടിയാലും ഒരു 500 രൂപ 450 രൂപ ആ റേറ്റിന് ഉണ്ടാവും. അപ്പൊ നമുക്കത് ഫ്യൂവലിനുള്ള പൈസ ഇങ്ങോട്ട് വരുമ്പോൾ അപ്പൊ നമുക്ക് ഫ്യൂവലിനുള്ള പൈസ. ശരിക്കും വണ്ടി ഡിസൈർ അല്ലേ? ഇത് ഡിസൈർ ആണ്. ഇതില് CNG കയറ്റിയതല്ലേ? ഇത് കമ്പനി CNG ആണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ടുള്ള പൈസയായി. പിന്നെ അമ്മ ഇവിടെ കിടന്ന് ഓടിയാല് എങ്ങനെ കളിച്ചാലും ഒരു 2 രൂപ അടുത്ത്. രാത്രി എത്ര മണിയാകുമ്പോൾ വീട്ടിൽ പോകും? രാത്രി നമുക്ക് വൈകുന്നേരത്തെ ബ്ലോക്കിൽ നിൽക്കാറില്ല. അതെവിടെയെങ്കിലും മാറി കിടക്കും. എന്നിട്ട് എല്ലാ ദിവസവും അത് കഴിഞ്ഞിട്ട് ഓടുള്ളൂ. ശരിക്കും എനിക്ക് തോന്നുന്നു കൊച്ചിയില് പിന്നെ അധികം ബ്ലോക്ക് വരുന്ന വീക്കെൻഡ്, ഇങ്ങനെ സാറ്റർഡേ സൺഡേ അങ്ങനെ കൂടുതൽ ട്രാഫിക് വരുന്നത് അല്ലേ? ഫ്രൈഡേ സൺഡേ സാറ്റർഡേ കൂടുതൽ സൺഡേ പിന്നെയും കുഴപ്പമില്ല, ഇന്ന് കുഴപ്പമില്ല. മൊത്തത്തില് പിന്നെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് ഇതിൽ തന്നെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ക്യാഷ് ഉണ്ടാക്കാം അല്ലേ? പിന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ നമുക്ക് ഇതാകുമ്പോ റിസ്ക് ഇല്ല, ആരോടൊന്നും പറയണ്ട, കമ്മിറ്റ്മെന്റ് ഇല്ല അല്ലേ? പിന്നെ കുറെ പേര് റെന്റിന് എടുത്തിട്ടും അങ്ങനെ ഓടുന്നുണ്ടല്ലോ. അങ്ങനെ ഓടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അതാകുമ്പോ കുറച്ച് അതാകുമ്പോ അവർക്ക് ആ വാടകയും കഴിഞ്ഞ് ഫ്യൂവലും കഴിഞ്ഞ് അവരുടെ ചെലവും നോക്കണമല്ലോ. എങ്ങനെ കളിച്ചാലും ഇപ്പൊ ഒരു 800 രൂപ അടുത്ത് റെന്റ് ഉണ്ടാവും ഒരു വണ്ടി എടുക്കണമെങ്കിൽ അല്ലേ? റെന്റ് കൊച്ചിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. കൊച്ചിയിൽ ഒരുപാടുണ്ട്. എങ്ങനെ കളിച്ചാലും ഒരു 200 കിലോമീറ്റർ ഓടുന്നതിന് ഒരു 700 രൂപ അടുത്ത് അതും വരും. പിന്നെ അവരുടെ ചെലവ് കാര്യങ്ങള്. എന്നിട്ടും അവര് ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. എന്നാലും ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം. ഏറ്റവും ബെറ്റർ നമുക്കൊരു സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ആരോടൊന്നും പറയണ്ട. എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടു നടക്കാം. സ്വന്തം ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് CNG ആക്കി കഴിഞ്ഞെങ്കിൽ അല്ലേ? അതെ
ഗൈസ് അങ്ങനെ നമ്മളിപ്പം ഫോറമുകളിലേക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് വന്ന അതിൻ്റെ ഇടയ്ക്ക് ഇവർ ചോദിച്ചിട്ടൊരു വ്ളോഗ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ചെയ്തതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോ ഒരുപാട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ചാനൽ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക.